അനൂപ് ദാസ് ചേരുന്നു ഡൽഹിയിൽ നിന്നും. അനൂപ്, ഇന്നത്തെ യോഗത്തിൽ എന്തൊക്കെ വിഷയങ്ങൾ ചർച്ചയായിട്ടുണ്ട്? കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കെതിരെയും ഇനി അങ്ങോട്ട് പോകേണ്ട പ്രക്ഷോഭങ്ങൾ അത് സംബന്ധിച്ചൊക്കെ എന്തൊക്കെ ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്? ഏറ്റവും പ്രധാനമായി തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ പ്രതിഷേധം നടത്തണമെന്ന ഒരു വികാരമാണ് യോഗത്തിൽ പൊതുവെ ഉണ്ടായിരുന്നത്. ആ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനുവരി 5 മുതൽ രാജ്യവ്യാപക പ്രക്ഷോഭമാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പേരിനോട് പോലും ദേഷ്യമാണ് സർക്കാരിന്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിൽ മഹാത്മാഗാന്ധിയുടെ പേരുണ്ടാവണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടുന്നു. രണ്ടാമത്തേത്, രാജ്യത്തെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു പദ്ധതിയാണിത്. ആ പദ്ധതി അട്ടിമറിച്ച് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം അദാനിക്കും അംബാനിക്കും കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഈ പദ്ധതി തുടരണം, അതിൻ്റെ ഭാരം സംസ്ഥാന സർക്കാരുകൾക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്നു. ഈ പദ്ധതി മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പുതിയ പദ്ധതി അവതരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതിയോട് ചേർന്ന് നിൽക്കുന്ന ആരുമായും സംസ്ഥാന സർക്കാരുകളുമായും ചർച്ച നടത്തിയിട്ടില്ല. അത് ഏകാധിപത്യ മനോഭാവമാണ്. ഇന്ത്യയിൽ വൺമാൻ ഷോ നടക്കുന്നു എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നു. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയായത് ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സമരം തന്നെയാണ്. യോഗത്തിന്റെ തുടക്കത്തിൽ കേരളത്തിലെ നേതാക്കളെയും കേരളത്തിന്റെ പ്രവർത്തനത്തിനെയും അഭിനന്ദിച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മല്ലികാർജ്ജുൻ ഖാർഗെ സംസാരിച്ചിരുന്നു. അരവി, RSSനെ പുകഴ്ത്തിയ പോസ്റ്റ്, ആ വിവാദ പോസ്റ്റിൽ ഇപ്പോൾ മലക്കം മറിഞ്ഞിരിക്കുകയാണല്ലോ ദിഗ്വിജയ് സിംഗ്. വലിയ തോതിൽ അത് ചർച്ചയായി. അങ്ങനെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായ ശേഷമാണോ ഇങ്ങനെ ഒരു മലക്കം മറിച്ചിൽ വരുന്നത്? അദ്ദേഹത്തിന്റെ വിശദീകരണം എന്തായിരുന്നു ഈ പോസ്റ്റിന്മേൽ? അദ്ദേഹം പറയുന്ന കാര്യം, ഈ RSSനും മോദിക്കും എല്ലാ കാലത്തും ഞാൻ എതിരാണ്. അതല്ല ഇവിടുത്തെ വിഷയം. കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തത്. അത് താൻ നേരത്തെയും പറയുന്ന കാര്യമാണ്, അതിൽ പുതുമയില്ല. എന്നാൽ അത് വിവാദമാകാനുള്ള ഒരു കാരണം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്വാനി നടത്തുന്ന ഒരു പരിപാടിക്ക് താഴെ ഇരിക്കുന്നൊരു ഫോട്ടോ കൂടി ചേർത്തുകൊണ്ട് ഫേസ്ബുക്കിലും ഒപ്പം തന്നെ എക്സിലും ഒക്കെ ദിഗ്വിജയ് സിംഗ് ഒരു പോസ്റ്റ് ഇടുകയായിരുന്നു. അതിൽ പറയുന്നുണ്ടായിരുന്നു ഈ കോൺഗ്രസിന്റെ സംഘടനാ ദൗർബല്യം, ഒപ്പം തന്നെ RSS താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ആളുകളെയാണ് മുഖ്യമന്ത്രിമാരും ഒപ്പം തന്നെ പ്രധാനമന്ത്രിയും ഒക്കെ ആക്കുന്നത്. കോൺഗ്രസ് പക്ഷേ അങ്ങനെയല്ല. അധികാര വികേന്ദ്രീകരണം കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല. അത് വളരെ കൃത്യമായി ഗാന്ധി കുടുംബത്തെ ലക്ഷ്യമിട്ടുള്ള പ്രസ്താവനയാണ്.